അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള ബഹുമാന്യരെ, ഏറ്റവും സ്നേഹമുള്ള ISMൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, നമ്മുടെ സമ്മേളനം അതിൻ്റെ സമാപനത്തിലേക്ക്, അവസാന ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ പ്രൗഢമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാടും സമൂഹവും ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിഷയം കേരളത്തിൻ്റെ ദൈക്ഷണിക യുവതയോട് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ അവരുടെ യുവാക്കളെ ഇങ്ങനെ വിളിച്ചു ചേർത്തുകൊണ്ട് സമാധാനത്തോടെ, ശാന്തിയോടെ, സൗഹൃദത്തോടുകൂടി മുന്നോട്ടു പോകാനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കഴിഞ്ഞാൽ വർഗീയതയിലേക്ക്, മതവൈര്യത്തിലേക്ക് കുതിച്ചുപായുന്ന ഒരു സമൂഹത്തെ സ്നേഹത്തിലും സൗഹൃദത്തിലും ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ വർഗീയതക്കെതിരെയുള്ള, ഭീകരതക്കെതിരെയുള്ള, ബഹുസ്വരതയ്ക്ക് വേണ്ടിയുള്ള ഈ സംസാരത്തിലൂടെ നാം നിർവഹിക്കുന്നത്. മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ തീവ്രതയുടെ, വർഗീയതയുടെ വിഷവിത്തുകൾ പാകാൻ വേണ്ടി ഓരോ വിഭാഗങ്ങളും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇങ്ങനെ മനുഷ്യരെ നാം സ്നേഹത്തോടുകൂടി കഴിയേണ്ടവരാണ്. ഇവിടെയുള്ള ഹൈന്ദവനാകട്ടെ, ഇവിടെയുള്ള ക്രൈസ്തവനാകട്ടെ, മതമുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, വളരെ മാന്യമായി, ശാന്തമായി, സൗഹൃദത്തോടെ, സമാധാനത്തോടുകൂടി അവരോട് വർത്തിക്കേണ്ടവരാണ് നാം എന്ന് നമ്മുടെ ആളുകളോട് വിശുദ്ധ ഖുർആനിൻ്റെ, പ്രവാചക ചര്യയുടെ, വിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ വെളിച്ചത്തിലൂടെ ആളുകളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളമെന്ന് പറയുന്ന, കേരളം പുലർത്തി വന്നിരുന്ന സുന്ദരമായ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. വർഗീയത പറയുന്ന, തീവ്രത പറയുന്നവനെ മാറ്റി നിർത്തിയിരുന്ന ഒരവസ്ഥാവിശേഷത്തിൽ നിന്ന് അടക്കി പിടിച്ചുകൊണ്ട് വർഗീയതയെക്കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പരസ്യമായി ആളുകൾ വർഗീയത പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന, അതിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് വലിയ തോതിൽ വളർന്നു വന്നിട്ടുള്ള അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സെഷൻ ISMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ നാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പുതിയ കാലത്ത് ഏതൊരു വിഷയത്തെയും വർഗീയമായി വ്യാഖ്യാനിക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ വർഗീയമായി, തീവ്രമായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ പോലും ഉള്ളത്. ഇവിടെ സംസാരിച്ച സംസാരങ്ങളിലെല്ലാം സ്ഫോടനങ്ങളെക്കുറിച്ച്, വർഗീയമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളുണ്ടായി. നാട്ടിലൊരു സ്ഫോടനമുണ്ടായാൽ അതിലൊരു മുസ്ലിമിൻ്റെ പേരുണ്ടോ എന്ന് ആകാംക്ഷയോടുകൂടി അന്വേഷിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമാകുന്നു എന്നത് എത്രമാത്രം അപകടകരമാണ്. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അതൊരു മുസ്ലിം ആയിരിക്കാം എന്ന ഒരു ചിന്തയിലേക്ക് ആളുകളുടെ മനസ്സുകളെ എത്തിക്കുന്നു എന്നത് എത്രമാത്രം അപകടകരമാണ്. അവിടെയാണ് നമ്മുടെ മനസ്സിനെ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ഐക്യത്തിൻ്റെ മനസ്സാക്കി തീർക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഈ അടുത്ത് കോഴിക്കോട് നിന്ന് നമ്മുടെ നാട്ടിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന വാഹന പരിശോധനകളുടെ ഭാഗമായിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരനെ, ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് കൈകാട്ടി. ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ബൈക്ക് സൈഡാക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പുറത്തെടുക്കുന്നു. ആ മൊബൈൽ ഫോൺ അടുത്തുള്ള മതിലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറയുന്ന ഒരു സംസാരമുണ്ട്. ഒരുപക്ഷെ അയാൾ വർഗീയമായി അത്രത്തോളം ചിന്തിക്കുന്ന ഒരാളായി കൊള്ളണമെന്നില്ല. ഇവിടെയുള്ള ക്രൈസ്തവനോട്, മുസ്ലിമിനോട്, ഹൈന്ദവനോട്
സ്നേഹത്തോടുകൂടി വർത്തിക്കുന്ന സ്വഭാവമുള്ളവനാകാം. നമുക്കങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണല്ലോ ആകേണ്ടത്. എന്നാൽ ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ അടുത്തുള്ള ചുമരിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട്: ഞങ്ങളെയൊക്കെ നിങ്ങൾ പോലീസുകാർ വളരെ പെട്ടെന്ന് പിടികൂടും. കോഴിക്കോട് പ്രദേശത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നത് മാപ്പിളമാർ 2-3 ആളുകളെ വെച്ചുകൊണ്ട് ബൈക്കിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലല്ലോ എന്ന് പോലീസുകാരോട് പറയുന്ന ഒരു ചിത്രം, പോലീസുകാരോട് പറയുന്ന ഒരു വീഡിയോ നാം കാണാനിടയായി. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ ലൈസൻസ് വെച്ചില്ലെങ്കിൽ, ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, നിയമലംഘനം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം പോലും ഇവിടെയുള്ള മാപ്പിളമാരാണ് എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സ് ആ മനുഷ്യൻ ആരുണ്ടാക്കി കൊടുത്തതാണ്? തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹവുമായി ഇടപഴകുന്ന മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് ഒരിക്കലും മോശമായ ഒരവസ്ഥാവിശേഷം അദ്ദേഹത്തിനുണ്ടായി കാണില്ല. മുന്നിലുള്ള ആളുകളെ കാണാതെ, മുഖം കാണാതെ നിരന്തരമായി നാം പരതുന്ന സോഷ്യൽ മീഡിയയുണ്ടല്ലോ, ആ സോഷ്യൽ മീഡിയ ഇവിടെയുള്ള മുസ്ലിമിൻ്റെ, ഇവിടെയുള്ള ക്രൈസ്തവൻ്റെ, ഇവിടെയുള്ള ഹൈന്ദവന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന വർഗീയതയുടെ വിഷയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വർഗീയതയുടെ വിഷത്തെ ഇല്ലാതാക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആളുകളുടെ മുഖം കാണാതെയാണ് സംസാരിക്കേണ്ടത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിമല്ലേ, എന്നാൽ മുസ്ലിങ്ങളെല്ലാം അങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന അപകടകരമായ ഒരു സാഹചര്യം ആരാണ് ഇവിടെയുള്ള നിർമ്മാണാത്മകമായ പ്രവർത്തനം നടത്തേണ്ട ചെറുപ്പത്തിന്റെ മനസ്സിലേക്ക് ആരാണ് സന്നിവേശിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മുസ്ലിം വിദ്യാർത്ഥി, അവനൊരു ഐസ്ക്രീം കച്ചവടക്കാരനാണ്. അവൻ കച്ചവടം നടത്തുന്നതിനിടയിൽ ഒരു ക്രൈസ്തവ സഹോദരിയുമായി കൊണ്ട് പ്രണയബന്ധമുണ്ടാകുന്നു. ആ പെൺകുട്ടിയുമായി ഒളിച്ചോടുന്നു. ഒരു റൂമിൽ പോയി, ഒരു വീട്ടിൽ പോയി താമസിക്കുന്നു. അടുത്ത ദിവസം അതാ കാസ എന്ന് പറയുന്ന, ക്രിസംഗികൾ എന്ന് പറയുന്ന കേരളത്തിന്റെ മണ്ണിനെ മലിനമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളവരുടെ ചാനലിൽ വരുന്നു. ഇത് ലവ് ജിഹാദാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കോടതി പോലും അന്വേഷിച്ചുകൊണ്ട് വ്യക്തമായ ഒരു ചിത്രം സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ച, അങ്ങനെയൊന്ന് നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് ശക്തമായി പറഞ്ഞ ഒരു സ്ഥിതിവിശേഷത്തെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥാവിശേഷം വർഗീയതയുടെ പേരിൽ നടക്കുമ്പോൾ നാം വൈകാരികമായി കൊണ്ടല്ല അതുമായി പ്രതികരിക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ISMനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു യുവജന സംഘടന ഇങ്ങനെ ഒരു സെഷൻ ചർച്ച ചെയ്യുകയാണ്. വർഗീയത എന്നത് അത് നാടിനെതിരാണ്, അത് മതത്തിനെതിരാണ് എന്ന് ISMന്റെ ചെറുപ്പത്തെ നാം പഠിപ്പിക്കുന്നത് ആരെയെങ്കിലും സോപ്പിടാനല്ല, ആരെയെങ്കിലും സുഖിപ്പിക്കാനല്ല, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകണ്ടേ എന്ന് വിചാരിച്ചിട്ടുമല്ല. മറിച്ച് നാം ഇത് പറയുന്നത്, നാം ഇത് പ്രഖ്യാപിക്കുന്നത്, നമ്മുടെ മതം എന്നത്, വിശുദ്ധ ഇസ്ലാം എന്നത്, ആര് ഭീകരതയുടെ പട്ടം അതിന് ചാർത്തിയാലും ഇസ്ലാം ഉദ്ഘോഷിക്കുന്നത് സമാധാനമാണ്, ഇസ്ലാം പ്രഖ്യാപിക്കുന്നത് ശാന്തിയാണ്, സൗഹൃദമാണ്, സ്നേഹമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആളുകൾ ഒരുമിച്ച് കൂടാനുള്ള കാരണം, വിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ പ്രവേശിക്കുവാനുള്ള കാരണം പ്രവാചകന്റെ തീവ്രമായ നിലപാടുകളായിരുന്നില്ല, പ്രവാചക ജീവിത ചരിത്രത്തിൽ ഉണ്ടായ യുദ്ധങ്ങളായിരുന്നില്ല. വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് മുസ്ലിം സമുദായത്തോട് മാത്രം പ്രവാചകൻ കാണിച്ച ഒരു സൗഹൃദത്തിന്റെ നിലപാടല്ല, മറിച്ച് പ്രവാചകനായി പ്രബോധകനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രംഗപ്രവേശനം ചെയ്തപ്പോൾ അവിടെ പ്രവാചകന്റെ ഒരു സ്വഭാവമുണ്ട്, സ്വഭാവ സവിശേഷതയുണ്ട്, സൗഹൃദത്തിന്റെ ഒരു ചരിത്രമുണ്ട്, ചേർത്തുപിടിക്കലിന്റെ ഒരു നിലപാടുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫദ്ലൻ ഗലീലൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്. പ്രവാചകരെ, നീ എങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ആളുകൾ നിന്നിൽ നിന്ന് മാറിപ്പോകുമായിരുന്നു എന്ന് പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, സമാധാനത്തിന്റെ സന്ദേശമായിരുന്നു
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പ്രവാചകനെ കൊലപ്പെടുത്താൻ വേണ്ടി വരുന്ന ഒരു ചരിത്രം നമ്മളെല്ലാം കേട്ടതാണ്. ആ ചരിത്രത്തിന്റെ ദുർവ്യാഖ്യാന പ്രസംഗങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ തീവ്രവാദ മനോഭാവമുള്ളവരിൽ നിന്ന് അതിന്റെ വികലമായ ചരിത്രവും കേരളീയർ കേട്ടിട്ടുണ്ടാകാം. ഞാൻ സൂചിപ്പിച്ചത്, പ്രവാചകനെ കൊലപ്പെടുത്താൻ വേണ്ടി വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നിൽ നിന്ന് താങ്കളെ രക്ഷപ്പെടുത്തുക എന്ന്. ഊരിപ്പിടിച്ച വാളുമായി പ്രവാചകനോട് ചോദിച്ചപ്പോൾ എന്റെ സഖാവനെ രക്ഷപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാളതാ താഴേക്ക് വീഴുന്നു. പ്രവാചകൻ ആ വാളെടുത്തുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്നിൽ നിന്ന് താങ്കളെ ആരാണ് രക്ഷപ്പെടുത്തുക എന്ന് ചോദിക്കുമ്പോൾ ആ ശത്രുവായ മനുഷ്യൻ പറയുന്ന രണ്ട് സംസാരങ്ങളുണ്ട്. അത് പ്രവാചകനെ കുറിച്ചുള്ള ബോധ്യമായിരുന്നു. അദ്ദേഹം പ്രവാചകനോട് പറയുന്നത്, താങ്കൾ അങ്ങനെ ചെയ്യില്ലല്ലോ, താങ്കൾ നല്ലത് മാത്രം ചെയ്യുന്ന ഒരാളാണല്ലോ എന്നതാണ് ആ ശത്രുവായ മനുഷ്യന്റെ തിരിച്ചുള്ള മറുപടി. അദ്ദേഹത്തിന്റെ ആളുകളുടെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, ജിഅ്തുകും മിൻ ഇൻദി ഖൈരിൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യരുടെ അടുത്തു നിന്നുകൊണ്ടാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ സന്ദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ പകർത്തിയത്. ഹുദൈബിയ സന്ധിയെക്കുറിച്ച് നമുക്കറിയാം. ഒരിക്കലും സംഘട്ടനം ഉണ്ടാക്കാനല്ല, ജീവിതത്തിൽ തന്റെ നാടുപേക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ മദീനയിലേക്ക് പോകുന്നു. ഒരു സ്വപ്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ മക്കയിലേക്ക് പോകുന്നു. എന്താണ് പ്രവാചകന്റെ സ്വപ്ന ദർശനം? ഒരു ഉംറ നിർവഹിക്കണം എന്നതാണ്. ഹിജ്റ 6 ഹുദൈബിയ സന്ധി നടക്കുന്നത്. പ്രവാചകൻ മരണപ്പെടുന്നത് ഹിജ്റ 11 ഹിജ്റ 6 മുസ്ലിം സമുദായം ശക്തി പ്രാപിച്ചിരുന്നു. പ്രവാചകൻ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു സംഘട്ടനം ഉണ്ടാകുമെന്നറിയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംഘട്ടനം ആഗ്രഹിക്കുന്നില്ല. അവിടെ സന്ധി വ്യവസ്ഥ വരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോൾ അർ റഹ്മാൻ അർ റഹീം എന്ന പദങ്ങൾ വെട്ടിമാറ്റാൻ പറഞ്ഞപ്പോൾ അതെഴുതുന്ന അലിയോട് പ്രവാചകൻ അത് മാറ്റാൻ വേണ്ടി പറയുന്നു. മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നെഴുതാൻ വേണ്ടി പറയുമ്പോൾ റസൂലുള്ളാഹ് എന്നത് വെട്ടിമാറ്റണമെന്ന് പറയുമ്പോൾ പ്രവാചകനോട് സംഘർഷം ഒഴിവാക്കുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കരാറിലെ ആദ്യത്തെ വ്യവസ്ഥ, ഈ വർഷം നിങ്ങൾക്ക് ഉംറ നിർവഹിക്കാൻ പാടില്ല എന്നതാണ്. പ്രവാചകൻ അംഗീകരിക്കുന്നു. അടുത്ത വ്യവസ്ഥ, 10 വർഷം നമ്മൾ തമ്മിൽ യുദ്ധമില്ല എന്നതാണ്. ആ യുദ്ധമുണ്ടാകരുത്, കലാപമുണ്ടാകരുത്, സംഘർഷമുണ്ടാകരുത് എന്ന ഒരൊറ്റ പോയിന്റ് വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ധി വ്യവസ്ഥ അംഗീകരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ സന്ദേശമാണ്, സംഘർഷമുക്തമായ സന്ദേശമാണ് പ്രവാചകൻ മാനവരാശിയെ പഠിപ്പിച്ചു കൊടുത്തത്. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസ്വബിയ്യ, തീവ്രതയിലേക്ക്, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ ഖാതല അലാ അസ്വബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലപ്പെടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ മാത അലാ അസ്വബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് 1400 വർഷങ്ങൾക്കപ്പുറം സ്നേഹത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ട ISMകാരെ, പ്രിയപ്പെട്ട കേരളീയരെ, പ്രിയപ്പെട്ട മനുഷ്യരെ, നാം ഔദ്യോഗികമായി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്, വർഗീയത എന്നത് മതത്തിനെതിരാണ്, വിശുദ്ധ ഇസ്ലാമിനെതിരാണ്. ഞാനൊന്നുകൂടി പറയട്ടെ, ഈ സംസാരങ്ങൾ ISMന്റെ ഈ സമ്മേളനത്തിലെ ഈ ഒരു സെഷൻ ആരെയെങ്കിലും സോപ്പിടാനല്ല, ഇന്ത്യ രാജ്യത്ത് എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടല്ല. മതമെന്ന് പറയുന്നത്, വിശ്വാസമെന്ന് പറയുന്നത്, ഇസ്ലാം എന്നത് വർഗീയ മുക്തമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ സംസാരം പോലെ, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സെഷൻ പോലെ കേരളത്തിലെ പ്രബലരായ മതസംഘടനകൾ അവരുടെ യുവാക്കളോട് വർഗീയതക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മുറ്റി നിൽക്കുന്ന വർഗീയമായ കാഴ്ചപ്പാടുകൾ അവസാനിപ്പിക്കാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വർഗീയമായ സംസാരങ്ങൾ വരുന്നു എന്നത് വളരെ സങ്കടത്തോടു കൂടിയാണ് നാം പറയുന്നത്. മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഒരു ന്യൂനപക്ഷ വർഗീയ സംഘടന വളർന്നു വന്നു കഴിഞ്ഞാൽ മുജാഹിദുകൾ എന്നല്ല, കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും അവിടെ തള്ളിപ്പറഞ്ഞതുകൊണ്ടാണ് വർഗീയതയുടെ, തീവ്രവാദത്തിന്റെ നാമ്പുകൾ മുസ്ലിം സമുദായത്തിൽ കുറഞ്ഞു പോകാനുള്ള കാരണം. എന്നാൽ സങ്കടത്തോടുകൂടി പറയട്ടെ,
കേരളത്തിൽ പല മതവിഭാഗങ്ങളിലും വർഗീയമായ ദർശനങ്ങൾ വലിയ തോതിൽ അപകടകരമായ അവസ്ഥയിൽ വളർന്നു വരുമ്പോൾ മൗലം പാലിക്കുന്ന മതമേലധ്യക്ഷന്മാർ ചെയ്യുന്നത് അവരോടുകൂടിയുള്ള അവരുടെ മതദർശനത്തോടുകൂടിയുള്ള വഞ്ചനയാണ് എന്ന് നാം തിരിച്ചറിയണം. വർഗീയത നമ്മുടെ നാടിനെതിരാണ്, നമ്മുടെ രാജ്യത്തിനെതിരാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതാണ്, നാം ഇന്ത്യക്കാർ എന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് തീരെഴുതി കൊടുത്തതല്ല ഇന്ത്യ മഹാരാജ്യവും ഇന്ത്യയുടെ ഭരണഘടനയും എന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ സമാധാനത്തിന്റെ, മത സൗഹൃദത്തിന്റെ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കങ്ങനെയാണ് ദർശിക്കാൻ കഴിയുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ചിറയിൻ കീഴാണ്, തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻ കീഴിൽ ജനിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ചമ്പഴന്തിയിൽ ജനിച്ച ശ്രീനാരായണ ഗുരുവും ഈ രാജ്യത്തിന്റെ സമൂഹത്തിന്റെ ഹൈന്ദവ സൗഹൃദത്തിനു വേണ്ടി പരിശ്രമിച്ചവരായിരുന്നു എന്നത് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിന്റെ ചരിത്രം സാമൂതിരി രാജാക്കന്മാരുടെയും കുഞ്ഞാലി മരക്കാന്മാരുടെയും സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ ചരിത്രമാണ്. ഞാൻ സൂചിപ്പിച്ചത് വർഗീയതയില്ലാത്ത, തീവ്രതയില്ലാത്ത, വർഗീയതയും തീവ്രതയുമായി കടന്നു വരുന്നവർക്ക് മുൻപിൽ വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും സമമാകുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാബത്തുൻ, നിങ്ങൾക്കും അവർക്കുമിടയിൽ ശത്രുതയുണ്ടെങ്കിൽ തന്നെ കഅന്നഹു വലിയുൻ ഹമീം, നിന്റെ ശത്രു നിന്റെ മിത്രമായി തീരുമെന്ന വിശുദ്ധ ഖുർആനിന്റെ, വിശുദ്ധ ഇസ്ലാമിന്റെ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, സമാധാനത്തിന്റെ സന്ദേശം കേരളീയ മണ്ണിൽ, ഇന്ത്യ മഹാരാജ്യത്തിൽ ലോകത്തോട് വിളിച്ചു പറയാൻ മതപരമായി ബാധ്യതയുള്ളവരാണ് നാം. അതുകൊണ്ടാണ് നാം ഇത് പറയുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.